ശരിക്കും ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ സേഫ് ആണോ? കാന്തപുരം ഉസ്താദും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുപക്ഷത്തും പല പക്ഷത്തു നിന്ന് ആൾക്കാര് വാഗ്വാദം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിങ്ങൾ സേഫ് ആണോ? നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ ഹിന്ദുക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മുസ്ലിം കാഴ്ചപ്പാടിലേക്ക് പോകാം. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അവരുടെ നന്മയും മിതത്വവും കൊണ്ടാണ് അവർ നേരിടുന്ന പല പ്രശ്നങ്ങളും പറയാത്തത്. ഇന്ത്യയിൽ ഇന്ന് അവർ അനുഭവിക്കുന്ന അരികുവൽക്കരണത്തിന്റെ അപരവൽക്കരണത്തിന്റെ വേദന അവർ അനുഭവിക്കുന്ന കാര്യം അവർ തുറന്നു പറയാത്തത് അവരുടെ മനസ്സിലെ നന്മയും മിതത്വവും അത് സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും കോട്ടം തട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന ഹിന്ദുക്കൾ പോലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വലുതാണ്. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ജാർഖണ്ഡിൽ ദീപക് എന്ന് പറയുന്ന മുഹമ്മദ് ദീപക് എന്ന ഹിന്ദുവായ ഹനുമാന്റെ വിശ്വാസിയായ ആ സഹോദരനെ കണ്ടത്. അദ്ദേഹത്തിന്റെ തല വെട്ടുന്നവന് ഇനാം പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക്, ദുരവസ്ഥയിലേക്ക് ഇന്ത്യ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആ സത്യം കാണാതെ കണ്ണടച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും മോശമാണെന്നൊന്നുമല്ല. തീവ്ര ഹിന്ദുത്വ വലതുപക്ഷത്തിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ദ്രോഹിക്കുന്നു എന്നുള്ളതും ക്രിസ്ത്യൻ സഹോദരങ്ങളെ ദ്രോഹിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഈ സത്യം നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ആ അവസരത്തിലാണ് നമ്മുടെ ഉസ്താദ് അൻസാരി സുഹ്രി ഷെയർ ചെയ്തൊരു പോസ്റ്റ് വളരെ പ്രസക്തമായി വരുന്നത്. ആ പോസ്റ്റ് ഷൗക്കത്ത് നഈമി അൽ ബുഖാരി എന്ന വ്യക്തിയുടെയാണ്. അദ്ദേഹം പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെയും മോദിജിയുടെയും തമ്മിലുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വളരെ രസകരമായ, പണ്ഡിതോചിതമായ, ചിന്തോദ്ദീപകമായ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഓരോ ഇന്ത്യൻ മുസ്ലിമിനും വേണ്ടി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പ്രശ്നങ്ങളുടെ പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്നവർ തന്നെ ഒരു ഘട്ടത്തിൽ ആരോടെങ്കിലും പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നെങ്കിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാവും. അങ്ങനെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഒരു കാരണവുമില്ലാതെ അനുഭവിക്കുന്ന അരികുവൽക്കരണം, അപരവൽക്കരണം, പ്രൊപ്പഗാൻഡ, എന്നും സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളും കേൾക്കുന്ന മുസ്ലിം വിരോധം, മുഖ്യമന്ത്രിമാരടക്കം, അതായത് ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ള മുഖ്യമന്ത്രിമാരടക്കം നടത്തുന്ന വിദ്വേഷ പ്രചരണം, ഇതൊന്നും കണ്ടില്ല നമുക്ക് നടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ചാറ്റ് ജി പി ടിയോട് ചോദിച്ച് ഹേറ്റ് ക്രൈം ട്രാക്കറിൽ നിന്ന് ഞാൻ എടുത്ത റിപ്പോർട്ടാണ്. 95% ഡോക്യുമെന്റഡ് ഹേറ്റ് ക്രൈംസ് അത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് നേരെയാണ് നടക്കുന്നത്. അതിന്റെ കണക്കുകൾ ജൂൺ മുതൽ ഓഗസ്റ്റ് 2025 കണക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. 202 ഇൻസിഡൻസ് ആണ് മുസ്ലിം സഹോദരങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. 36 എണ്ണമാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത്. APCR ക്വിൽ ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നത് 947 ഇൻസിഡൻസ് ആണ് ഒരു വർഷ കാലയളവ്, ജൂൺ 2024 മുതൽ 2025 വരെ ഉള്ളത്. 602 ഹേറ്റ് ക്രൈംസ് ആണ്. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് കൂടുതൽ അനുഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഹേറ്റ് ലാബിന്റെ കണക്കുകൾ പറയുന്നു 1318 ഹേറ്റ് സ്പീച്ചസ് ആണ് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അത് 13% ഇൻക്രീസ് ആണ്. ഹേറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയയും ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. 98% അത് മുസ്ലിം സഹോദരങ്ങൾക്ക് എതിരെയായിരുന്നു. പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അത് സത്യമാണ്. ഇനി പെട്ടെന്ന് ആ കണക്കുകളുടെ വ്യത്യസ്ത സോഴ്സുകളിലെ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ ഹേറ്റ് ലാബ് പറയുന്നത് 2025 1318 അതേപോലുള്ള ഹേറ്റ് സ്പീച്ചുകൾ, വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായി. അതിൽ 98% മുസ്ലിങ്ങൾക്കെതിരെയാണ്. APCR ട്രാക്കർ പറയുന്നത് 2024 95% മുസ്ലിങ്ങളാണ് വിക്ടിംസ്. APCR ക്വിൽ റിപ്പോർട്ട് പറയുന്നത് 947 ഇൻസിഡന്റുകളെ കുറിച്ചാണ്. ഹേറ്റ് ക്രൈം ട്രാക്കർ സ്പെസിഫിക് ഹേറ്റ് ക്രൈമുകൾ, ഹേറ്റ് സ്പീച്ച് മാത്രമല്ല ഹേറ്റ് ക്രൈമുകൾ 202 എണ്ണമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നില്ല എന്ന് നമ്മൾ കണ്ണടയ്ക്കരുത്. അത് മുസ്ലിം വിരോധത്തിന്റെ, ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു രൂപമാണ്. അപ്പൊ ഷൗക്കത്ത് നഈമി അൽ ബുഖാരി എന്ന പണ്ഡിതൻ പറയുന്നു, പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്നവർ തന്നെ ഒരു ഘട്ടത്തിൽ ആരോടെങ്കിലും പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നെങ്കിൽ, അതായത് ഉസ്താദ് കാന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് പറയുകയാണെങ്കിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാകും. അങ്ങനെ തന്നെയാണ്. അതിന്റെ ഡിപ്ലോമസി ഏറ്റവും നന്നായി അറിയുന്ന വന്ധ്യവയോധികനായ ഒരു പണ്ഡിതൻ, നൂറ്റാണ്ടോടടുക്കുന്ന, 100 വർഷത്തോടടുക്കുന്ന തന്റെ ജീവിതത്തിൽ എല്ലാ സ്ട്രാറ്റജികളും നന്നായി മനസ്സിലാക്കിയവരെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. സമുദായത്തിന് പരിക്കേൽപ്പിക്കാതെയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെയും
വഷളാക്കാതെയും എന്നാൽ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിധം ഓരോ വാക്കുകളും എങ്ങനെ ഏത് സമയത്ത് പ്രയോഗിക്കണമെന്ന് ആ ഗുരുവിനെ നാം പഠിപ്പിക്കേണ്ടതില്ല. കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. വിവാദങ്ങൾ ഉണ്ടാക്കി മാധ്യമങ്ങൾ ഇക്കാലത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. അവരുടെ ചോദ്യങ്ങളിലെ ഹിഡൻ അജണ്ട തിരിച്ചറിയാൻ പൊതുരംഗം കൈകാര്യം ചെയ്തുള്ള നല്ല പരിചയം തന്നെ വേണം. വികാരഭരിതരായ ഒരാൾക്കൂട്ടത്തെ മുന്നിൽ കാണുമ്പോഴും 10 ചാനൽ മൈക്കുകൾ മുഖത്തിന് നേരെ നീളുമ്പോഴും വീണ്ടും വിചാരമില്ലാതെ വാക്ചാതുര്യം പ്രകടിപ്പിച്ച് കയ്യടി നേടി വാങ്ങുകയും ആത്യന്തികമായ പ്രതിസന്ധികളുടെ ആഴം കൂട്ടുകയും ചെയ്യുന്ന അഭിനവ നേതാക്കളെ പോലെ ഒരാളല്ല കാന്തപുരം എന്ന് തിരിച്ചറിയുന്നവർക്ക് ആ ഡിപ്ലോമസിയുടെ മൂല്യം മനസ്സിലാകും. അദ്ദേഹത്തിന്റെ നന്മയാണ്. നിമിഷപ്രിയയുടെ അടക്കമുള്ള വിഷയങ്ങൾ നമ്മളത് കണ്ടതാണ്. രാജ്യസ്നേഹത്തിന്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ഏറ്റവും ഉയർന്ന മര്യാദയാണ് കാന്തപുരം ഉസ്താദ് കാണിച്ചത്. 100% അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങളുണ്ട്, അത് പറയേണ്ടടുത്ത് കയറി ചെന്ന് പറയേണ്ട വിധം പറഞ്ഞ് പരിഹാരം തേടിയിട്ടുണ്ട്. പൊതുവേദികളിലും വാർത്താ സമ്മേളനങ്ങളിലും ഓരോ പ്രശ്നങ്ങളും എണ്ണിപ്പറഞ്ഞ് പ്രതികരിക്കാറുമുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ട് അതെല്ലാം നിരത്തി വെച്ച് ഇറങ്ങുമ്പോൾ പ്രതികരിക്കുന്ന വാക്കുകൾ ഏത് വിധം ദുരുപയോഗം ചെയ്യപ്പെടാം എന്നും എത്ര കരുതലോടെ ആവണമെന്നും ആ നേതാവിന് നന്നായി അറിയാം. കുടുംബകലഹം നടന്ന വീടിനുള്ളിൽ ചർച്ച നടത്തി പറയേണ്ടതൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുന്ന കുടുംബാംഗത്തെ സമീപിച്ച് അയൽവാസി ദുർലക്ഷ്യത്തോടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറയുന്ന നയതന്ത്രമാണ്. അല്ലാതെ കേരളത്തിലെ ഒരു ടീച്ചർ പോസ്റ്റ് ഇട്ടതുപോലെ അല്ല കാര്യങ്ങൾ. ടീച്ചറേക്കാൾ മുന്തിയ രാജ്യസ്നേഹവും സമാധാനകാംക്ഷയും ആ മതനേതാവിനുള്ളത് കൊണ്ട് പക്വവും മാന്യവുമായി പത്രക്കാരോട് പ്രതികരിച്ചു എന്ന് മാത്രം. ഗംഭീരമായ പ്രതികരണമാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് വേണ്ടത്. ഇതാണ് ആ പക്വതയുള്ള നന്മയും പാകതയുമുള്ള പ്രതികരണം. അത് കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ നന്മയുള്ളതാണ്. ഷൗക്കത്ത് നൈമി അൽ ബുഖാരി അത് നന്നായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തതിൻ്റെയും റീസൺ അതാണ്. അതിന്റെ കാരണം നമ്മുടെ രാജ്യത്ത് ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇല്ല എന്നോ അത് ഉറക്കെ പറയാത്തത്, മുസ്ലിം സഹോദരന്മാർ പറയാത്തത് അവരുടെ മാന്യതയും നന്മയും മര്യാദയുമാണ്. അതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഇസ്ലാമോഫോബിയക്കെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ ഓരോ ഹിന്ദുക്കളുടെയും ഓരോ ഇന്ത്യക്കാരുടെയും ഉത്തരവാദിത്തമാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള എന്താ പറയുക നല്ല നയതന്ത്രജ്ഞരായ സമാധാനകാംക്ഷികളായ ആത്മീയ നേതാക്കൾ ഉണ്ടാകട്ടെ. ഇനിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയെല്ലാം, മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തെയാണ്. വ്യക്തിപരമായ അവരോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണാം, പക്ഷെ അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ്. അവരിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാൻ കഴിയട്ടെ. കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയെ കണ്ടത് തികച്ചും നല്ല കാര്യമാണ്. അജിത് ഡോവലും അദ്ദേഹത്തിന്റെ മകനും എല്ലാം കൂടെ നിൽക്കുന്ന ചിത്രം വളരെ സ്നേഹം തോന്നുന്ന നന്മയുടെ ബഹുസ്വരതയുടെ ദൃശ്യമാണ്. കാന്തപുരം ഉസ്താദിന് അഭിവാദ്യങ്ങൾ.